എല്ലാവർക്കും എഡ്യൂടെക് സിവിലിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ലീനിയർ മെഷർമെൻറ്റ്സ് ആൻഡ് ചെയിൻ സർവേയിങ്ങിനെ പറ്റിയാണ് പഠിപ്പിക്കാൻ പോകുന്നത്. ഫസ്റ്റ് നമുക്ക് ടൈപ്സ് ഓഫ് മെഷറിംഗ് സ്കെയിൽസ് നോക്കാം. മെഷറിംഗ് സ്കെയിൽസ് നമ്മൾ നേരത്തെ തന്നെ പഠിച്ചിട്ടുള്ളതാണ്. ഏതൊക്കെയാണ്? പ്ലെയിൻ സ്കെയില്, ഡയഗണൽ സ്കെയില്, കോഡ് സ്കെയില്, വെർനിയർ സ്കെയില്, ഐസോമെട്രിക് സ്കെയില്, കമ്പാരിറ്റീവ് സ്കെയിൽ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ പല ടൈപ്സ് ഓഫ് സ്കെയിൽസ് പഠിച്ചിട്ടുള്ളതാണ്. അതിൽ ഫസ്റ്റ് വണ്ണാണ് പ്ലെയിൻ സ്കെയിൽ എന്ന് പറയുന്നത്. പ്ലെയിൻ സ്കെയിൽ എന്താണ്? മെഷേഴ്സ് ഓൺലി 2 സക്സസീവ് ഡയമെൻഷൻസ്. 2 സക്സസീവ് ഡയമെൻഷൻസ് ഒരേ സമയം മെഷർ ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നതാണ് പ്ലെയിൻ സ്കെയിൽ. ഡയഗണൽ സ്കെയിൽ എന്താണ്? മെഷേഴ്സ് 3 സക്സസീവ് ഡയമെൻഷൻസ്. 3 സക്സസീവ് ഡയമെൻഷൻസ് ഒരേ സമയം മെഷർ ചെയ്യാൻ നമ്മൾ യൂസ് ചെയ്യുന്നത് ഡയഗണൽ സ്കെയിലാണ്. കോഡ് സ്കെയിൽ എന്തിനു വേണ്ടിയിട്ടാണ്? ടു സെറ്റ് ഔട്ട് ആംഗിൾസ്. അത് ഇമ്പോർട്ടൻ്റ് ആണ്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിൽ വന്നിട്ടുള്ളതാണ്. കോഡ് സ്കെയിൽ എന്തിനു വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്? ടു സെറ്റ് ഔട്ട് ആംഗിൾസ്. വെർനിയർ സ്കെയിൽ എന്തിനു വേണ്ടിയിട്ടാണ്? ഡിസൈൻഡ് ഫോർ ഹൈലി ആക്യുറേറ്റ് റീഡിങ്സ് ഓഫ് ദ ഫ്രാക്ഷണൽ പാർട്സ് ഓഫ് ദ സ്മോളസ്റ്റ് മെയിൻ സ്കെയിൽ ഡിവിഷൻസ്. ഹൈലി ആക്യുറേറ്റ് റീഡിങ്സ് എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു സ്കെയിലാണ് വെർനിയർ സ്കെയിൽ എന്ന് പറയുന്നത്. ഇനി അടുത്തതാണ് ഐസോമെട്രിക് സ്കെയിൽ. ഐസോമെട്രിക് സ്കെയിൽ എന്തിനു വേണ്ടിയിട്ടാണ്? ടു ഡ്രോ ട്രൂ ഐസോമെട്രിക് പ്രൊജക്ഷൻസ്. ഏതൊരു ഒബ്ജക്റ്റിൻ്റെയും ഐസോമെട്രിക് പ്രൊജക്ഷൻസ് വരയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന സ്കെയിലാണ് ഐസോമെട്രിക് സ്കെയിൽ എന്ന് പറയുന്നത്. ഇനി കമ്പാരിറ്റീവ് സ്കെയിൽ എന്ന് പറയുന്നത് എന്താണ്? ഒരു കോമൺ റെപ്രസെൻറ്റേറ്റീവ് ഫ്രാക്ഷൻ ഉണ്ടാകും. RF കോമൺ ആയിരിക്കും, പക്ഷേ മെഷർ ചെയ്യുന്ന യൂണിറ്റ്സ് ഡിഫറെൻ്റ് ആയിരിക്കും. അങ്ങനെയുള്ള മെഷറിംഗ് സ്കെയിലിനെ നമ്മൾ പറയുന്ന പേരാണ് കമ്പാരിറ്റീവ് സ്കെയിൽ എന്ന്. എന്താ പറഞ്ഞത്? RF സെയിം ആയിട്ടുള്ള ഡിഫറെൻറ്റ് യൂണിറ്റ്സിൽ വരുന്ന റീഡിങ്സ് മെഷർ ചെയ്യാൻ യൂസ് ചെയ്യുന്നതാണ് കമ്പാരിറ്റീവ് സ്കെയിൽ. ഇനി നമുക്ക് മെത്തേഡ്സ് ഓഫ് ലീനിയർ മെഷർമെൻറ്റ്സ് നോക്കാം. എൻജിനീയറിംഗ് മെത്തേഡ്സും ഉണ്ട്, അപ്രോക്സിമേറ്റ് മെത്തേഡ്സും ഉണ്ട്. എൻജിനീയറിംഗ് മെത്തേഡ്സ് എന്ന് പറയുമ്പോഴത്തേനും നമുക്കറിയാം, നമ്മൾ യൂസ് ചെയ്യുന്ന ഇൻസ്ട്രുമെൻറ്റ്സ് വെച്ചിട്ട് മെഷർ ചെയ്യുന്നതാണ് ഏത് എൻജിനീയറിംഗ് മെത്തേഡ്സ് എന്ന് പറയുന്നത്. അതിൽ ഡയറക്റ്റ് മെത്തേഡ് ഉണ്ട്. ഡയറക്റ്റ് മെത്തേഡിൽ നമ്മൾ എന്താ ചെയ്യുന്നത്? ടേപ്പിംഗ് അല്ലെങ്കിൽ ചെയിനിങ് ആണ് ചെയ്യുന്നത്. ടേപ്പ് അല്ലെങ്കിൽ ചെയിൻ ഉപയോഗിച്ചിട്ട് സ്ട്രെയിറ്റ് ആയിട്ടുള്ള ഡിസ്റ്റൻസ് മെഷർ ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇനി ഒപ്റ്റിക്കൽ മെത്തേഡ് ഉണ്ട്. ഒപ്റ്റിക്കൽ മെത്തേഡ് എന്ന് പറയുമ്പോഴത്തേനും അതിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ടാക്യോമീറ്റർ ആയിരിക്കും. പിന്നെ EDM മെത്തേഡ് ഉണ്ട്. EDM മെത്തേഡിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് ഏതായിരിക്കും? ഹൈ പ്രിസിഷൻ ഇലക്ട്രോണിക് ഡിസ്റ്റൻസ് മെഷറിംഗ് ഇൻസ്ട്രുമെൻറ്റ്സ് ആയിരിക്കും യൂസ് ചെയ്യുന്നത്. അതായത് ടോട്ടൽ സ്റ്റേഷൻ പോലുള്ള ഇൻസ്ട്രുമെൻറ്റ്സ് യൂസ് ചെയ്തിട്ട് ഡിസ്റ്റൻസ് മെഷർ ചെയ്യുന്നതാണ് EDM മെത്തേഡ്. ഇനി സബ്സ്റ്റൻസ് ബാർ ഉണ്ട്. അതും ഇമ്പോർട്ടൻ്റ് ആണ്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിൽ വന്നിട്ടുള്ളതാണ്. അതെവിടെയാണ് യൂസ് ചെയ്യുന്നത്? യൂസ്ഡ് ടു മെഷർ ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസസ് ഇൻ റഫ് അൺഡിലേറ്റഡ് ടെറൈൻസ്. അതായത് റഫായിട്ടുള്ള ടെറൈനിൽ നമ്മൾ യൂസ് ചെയ്യുന്നതാണ് സബ്സ്റ്റൻസ് ബാർ എന്ന് പറയുന്നത്. ഇനി അപ്രോക്സിമേറ്റ് മെത്തേഡ്സിൽ നമ്മൾ പേസിങ്, പാസോമീറ്റർ, പെഡോമീറ്റർ, ഓഡോമീറ്റർ, ചെയിനിങ് അതൊക്കെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. പേസിംഗ് എന്ന് പറയുന്നത് എന്താണ്? സർവേ ചെയ്യേണ്ട ലൈനിൻ്റെ സ്റ്റാർട്ടിംഗ് പോയിൻ്റ് തൊട്ട് എൻഡ് പോയിൻ്റ് വരെ നമ്മൾ നടക്കും. എന്നിട്ട് നമ്മൾ സ്റ്റാർട്ടിംഗ് പോയിൻ്റ് തൊട്ട് എൻഡ് പോയിൻ്റ് വരെ നടക്കാനായിട്ട് എത്ര സ്റ്റെപ്സ് എടുത്തു എന്നുള്ളത് നമ്മൾ കൗണ്ട് ചെയ്യും. ആ കൗണ്ട് ചെയ്ത നമ്പർ ഇൻറ്റു ഒരു പേസിങ്ങിൻ്റെ ഡിസ്റ്റൻസാണ് നമ്മൾ ഫുൾ മെഷർ ചെയ്യുന്നത്. A to B എന്ന് പറയുന്ന സർവേ ലൈനിൻ്റെ Aയിൽ നിന്ന് Bയിലേക്ക് നമ്മൾ നടക്കുമ്പോൾ എത്ര സ്റ്റെപ്സ് കവർ ചെയ്യാൻ എടുത്തു എന്നുള്ളത് ഇൻറ്റു ഒരു പേസിങ്ങിൻ്റെ ഡിസ്റ്റൻസാണ് നമ്മുടെ ടോട്ടൽ A to Bയുടെ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. നമ്മുടെ ഒരു പേസ് എന്ന് പറയുന്നത് 80 സെൻറ്റിമീറ്ററാണ്. നമ്മളൊരു കാലെടുത്ത് വയ്ക്കുമ്പോൾ ആ ഒരു കാലെടുത്ത് വയ്ക്കുന്ന മെഷർമെൻ്റ് എന്ന് പറയുന്നത് 80 സെൻറ്റിമീറ്റർ എങ്കിലും നോർമലായിട്ട് വരുന്നുണ്ട്. ഇനി പാസോമീറ്റർ എന്ന് പറയുന്നത് എന്താണ്? പാസോമീറ്റർ എന്ന് പറയുന്ന ഒരു വാച്ച് ലൈക്ക് ഇൻസ്ട്രുമെൻ്റ് ആണ്. അത് നമ്മൾ പോക്കറ്റിലിട്ടിട്ട് നമ്മൾ നടന്നു പോകുമ്പോൾ നമ്പർ ഓഫ് സ്റ്റെപ്സ് അത് മെഷർ ചെയ്യും. എന്നിട്ട് അതനുസരിച്ചിട്ടാണ് നമ്മൾ ഡിസ്റ്റൻസ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. പെഡോമീറ്ററും പാസോമീറ്ററും പോലെ തന്നെയാണ്, പക്ഷേ അതിൽ ഡയറക്റ്റ് ഡിസ്റ്റൻസ് ആണ് മെഷർ ചെയ്യുന്നത്. പാസോമീറ്ററിൽ നമ്പർ ഓഫ് സ്റ്റെപ്സും പെഡോമീറ്ററിൽ ഡയറക്റ്റ് ഡിസ്റ്റൻസുമാണ് മെഷർ ചെയ്യുന്നത്. ഇനി അടുത്തത് ഓഡോമീറ്റർ. ഓഡോമീറ്റർ എന്താ ചെയ്യുന്നത്? വീൽസിൽ, അതായത് ഒരു സൈക്കിളിൻ്റെ വീല് പോലത്തെ ഇതിൽ നമ്മൾ എന്ത് ചെയ്യും? മീറ്റർ ഘടിപ്പിക്കും. എന്നിട്ട് വീല് റൊട്ടേറ്റ് ചെയ്യുന്നതനുസരിച്ചിട്ട് എത്ര പ്രാവശ്യം റൊട്ടേറ്റ് ചെയ്തു നോക്കും. എന്നിട്ട് ഡിസ്റ്റൻസ്, നമ്പർ ഓഫ് റൊട്ടേഷൻ ഇൻറ്റു ഒരു റൊട്ടേഷനിൽ വരുന്ന ഡിസ്റ്റൻസ് എത്രയാണോ അതാണ് ഓഡോമീറ്റർ വെച്ചിട്ട് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അടുത്തത് നമ്മൾ പഠിക്കാൻ പോകുന്നത് പ്രിൻസിപ്പിൾ ഓഫ് ചെയിൻ സർവേയിങ് ആണ്. അപ്പോൾ പ്രിൻസിപ്പിൾ ഓഫ് ചെയിൻ സർവേയിങ് എന്ന് പറഞ്ഞാൽ എന്താ? ട്രയാങ്കുലേഷനാണ്. അത് ഇമ്പോർട്ടൻ്റ് ആണ്. എന്താണ് പ്രിൻസിപ്പിൾ ഓഫ് ചെയിൻ സർവേയിങ് ചോദിച്ചു കഴിഞ്ഞാൽ എന്തെഴുതണം? ട്രയാങ്കുലേഷൻ. പിന്നെ നമുക്കറിയാം ട്രയാങ്കുലേഷനിൽ നമ്മൾ ചെയ്യുന്നത് എന്താ? നമ്മൾ സർവേ ചെയ്യാൻ പോകുന്ന ഏരിയ ട്രയാങ്കിൾസ് ആയിട്ട് തിരിച്ചിട്ട് ആ ഓരോ ട്രയാങ്കിളിൻ്റെയും ഏരിയയാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്.
അപ്പോൾ അതിന് നമ്മൾ കൺസിഡർ ചെയ്യേണ്ട ട്രയാങ്കിൾ എന്ന് പറയുന്നത് വെൽ കണ്ടീഷൻഡ് ട്രയാങ്കിൾ ആയിരിക്കണം. വെൽ കണ്ടീഷൻഡ് ട്രയാങ്കിളിൻ്റെ പ്രത്യേകത എന്താ? അതിൻ്റെ ആംഗിൾ 30 ഡിഗ്രിയിൽ താഴാനും പാടില്ല, എന്നാൽ 120 ഡിഗ്രിയിൽ കൂടാനും പാടില്ല. അങ്ങനെയുള്ള ട്രയാങ്കിൾസിനെയാണ് നമ്മൾ വെൽ കണ്ടീഷൻഡ് ട്രയാങ്കിൾ എന്ന് പറയുന്നത്. അതും ഇമ്പോർട്ടൻ്റ് ആണ്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. എന്താണ്? നമ്മൾ ചെയിൻ സർവേയിങ്ങിൽ യൂസ് ചെയ്യുന്ന ട്രയാങ്കിൾ എന്ന് പറയുന്നത് വെൽ കണ്ടീഷൻഡ് ട്രയാങ്കിൾ ആയിരിക്കണം. വെൽ കണ്ടീഷൻഡ് ട്രയാങ്കിളിൻ്റെ പ്രത്യേകത എന്താ? അതിൻ്റെ ആംഗിൾ 30 ഡിഗ്രിയിൽ താഴാനും പാടില്ല, 120 ഡിഗ്രിയിൽ കൂടാനും പാടില്ല. ബെസ്റ്റ് വെൽ കണ്ടീഷൻഡ് ട്രയാങ്കിൾ എന്ന് പറയുന്നത് ഏതാണ്? ഇക്വിലാറ്ററൽ ട്രയാങ്കിളാണ്. അതിൻ്റെ ആംഗിൾസ് എല്ലാം 60 ഡിഗ്രി ആയിരിക്കും. അങ്ങനെയുള്ള വെൽ കണ്ടീഷൻഡ് ട്രയാങ്കിളിനെയാണ് നമ്മൾ ചെയിൻ സർവേയിങ്ങിൽ യൂസ് ചെയ്യുന്നത്. അടുത്ത നമ്മൾ ചെയിൻ സർവേയിങ്ങിൽ യൂസ് ചെയ്യുന്ന കുറച്ച് ഡെഫിനിഷൻസ് ആണ്. ഫസ്റ്റ് വൺ എന്താണ്? മെയിൻ സ്റ്റേഷൻ. നമുക്കറിയാം ചെയിൻ സർവേ ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്താ ചെയ്യുന്നത്? ഓരോ സ്റ്റേഷൻ പോയിൻ്റ് മാർക്ക് ചെയ്യും. ആ സ്റ്റേഷൻ പോയിൻറ്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? മെയിൻ സ്റ്റേഷൻസ് എന്ന് പറയുന്നത്, മെയിൻ സർവേ സ്റ്റേഷൻസ് എന്ന് പറയുന്നത്. അടുത്തത് എന്താണ്? ബേസ് ലൈൻ എന്ന് പറയുന്നത് എന്താ? ചെയിൻ സർവേ ചെയ്യുമ്പോൾ നമ്മൾ ഏറ്റവും ലെങ്ത് കൂടിയ സ്റ്റേഷൻസ് തമ്മിൽ ഏറ്റവും ലെങ്ത് കൂടിയ സ്റ്റേഷൻസാണ് നമ്മൾ ബേസ് ലൈനായിട്ട് എടുക്കുന്നത്. അതായത് ചെയിൻ ലൈൻ എന്ന് പറയും. അപ്പോൾ ഏറ്റവും ലെങ്ത് കൂടിയത് ഏതൊക്കെ സ്റ്റേഷൻസ് തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണോ ആ ഡിസ്റ്റൻസിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ബേസ് ലൈൻ എന്ന് വിളിക്കുന്നത്. ഇനി ചെക്ക് ലൈൻ ഉണ്ട്. ചെക്ക് ലൈൻ എന്ന് പറയുന്ന മറ്റൊരു പേരാണ് പ്രൂഫ് ലൈൻ എന്ന് പറയും. ഇതെന്തിനു വേണ്ടിയിട്ടാണ്? ഫ്രെയിം വർക്കിൻ്റെ, അതായത് ട്രയാങ്കിൾസ് ആയിട്ട് നമ്മൾ തിരിക്കൂലേ, അങ്ങനെ തിരിക്കുന്ന ഫ്രെയിം വർക്കിൻ്റെ ആക്യുറസി ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ചെക്ക് ലൈൻ എന്ന് പറയുന്നത്. അടുത്ത എന്താണ്? ടൈ ലൈൻ അല്ലെങ്കിൽ ഓഫ്സെറ്റ് എന്ന് പറയും. ടൈ ലൈൻ എന്താണ്? ലോങ് ഓഫ്സെറ്റ് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ലൈനാണ് ടൈ ലൈൻ എന്ന് പറയുന്നത്. എന്താണ്? ലോങ് ഓഫ്സെറ്റ്സ് അവോയ്ഡ് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ടൈ ലൈൻ എന്ന് പറയുന്നത്. ഇനി ഓഫ്സെറ്റ്സ് എന്താണ്? ലാറ്ററൽ ഡിസ്റ്റൻസ് മെഷേർഡ് ഫ്രം ദ സർവേ ലൈനാണ് ഓഫ്സെറ്റ്സ് എന്ന് പറയുന്നത്. സർവേ ലൈനിൽ നിന്ന് ലാറ്ററലി നമ്മൾ മെഷർ ചെയ്യുന്ന ഡിസ്റ്റൻസിനെ നമ്മൾ വിളിക്കുന്നതാണ് ഓഫ്സെറ്റ്സ് എന്ന് പറയുന്നത്. അത് പെർപെൻഡിക്കുലർ ഓഫ്സെറ്റ്സും ഉണ്ട്, ഒബ്ലിക് ഓഫ്സെറ്റ്സും ഉണ്ട്. 90 ഡിഗ്രിയിൽ നമ്മൾ അളക്കുന്ന ഓഫ്സെറ്റ്സുകളെ പെർപെൻഡിക്കുലർ ഓഫ്സെറ്റ്സ് എന്നും അതർ ദാൻ 90 ഡിഗ്രിയിൽ നമ്മൾ ഒബ്ലിക് ഓഫ്സെറ്റ്സ് എന്നും വിളിക്കും. ഇനി നമ്മൾ യൂസ് ചെയ്യുന്ന സർവേ ചെയിൻസ് ആണ്. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ചെയിൻസ് നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. അതിൽ ഫസ്റ്റ് വണ്ണാണ് മെട്രിക് ചെയിൻ എന്ന് പറയുന്നത്. മെട്രിക് ചെയിൻ നമ്മൾ യൂസ് ചെയ്യുന്നത് 5 മീറ്റർ, 10 മീറ്റർ, 20 മീറ്റർ, 30 മീറ്ററിൻ്റെയൊക്കെ മെട്രിക് ചെയിൻസ് യൂസ് ചെയ്യാറുണ്ട്. ഓരോ 5 മീറ്റർ ചെയിനിനും വരുന്ന നമ്പർ ഓഫ് ലിങ്ക്സ് എന്ന് പറയുന്നത് 25 ആണ്. അതേപോലെ 10 മീറ്ററിന് 50 ആണ്, 20 മീറ്ററിന് 100 ലിങ്ക്സ് ഉണ്ടാകും, 30 മീറ്ററിന് 150 ലിങ്ക്സ് ഉണ്ടാകും. ഓരോ ലിങ്ക് എന്ന് പറയുന്നത് എത്ര സെൻറ്റിമീറ്ററോ? 20 സെൻറ്റിമീറ്ററാണ് ഓരോ ലിങ്കിൻ്റെയും അളവ്. അങ്ങനെ 5 മീറ്റർ ചെയിനിന് 25 ലിങ്ക്സ് ഉണ്ടാവും, 20 സെൻറ്റിമീറ്ററിൻ്റെ 25 ലിങ്ക്സ് ഉണ്ടാവും. 10 മീറ്റർ ചെയിനിന് 20 സെൻറ്റിമീറ്ററിൻ്റെ 50 ലിങ്ക്സ് ഉണ്ടാകും. അതേപോലെ 20 മീറ്റർ ചെയിനിന് 100 ലിങ്ക്സ് ഉണ്ടാവും, 30 മീറ്റർ ചെയിനിന് 150 ലിങ്ക്സ് ഉണ്ടാവും. അടുത്താണ് ഗണ്ടേഴ്സ് ചെയിൻ എന്ന് പറയുന്നത്. ഗണ്ടേഴ്സ് ചെയിനിൻ്റെ സ്റ്റാൻഡേർഡ് ലെങ്ത് എത്രയാണ്? 66 ഫീറ്റാണ്. അതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. PSCക്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആയിട്ട് വന്നിട്ടുള്ളതൊക്കെയാണ് ഈ പറയുന്ന ടൈപ്സ് ഓഫ് ചെയിനും അതിൻ്റെ സ്റ്റാൻഡേർഡ് ലെങ്തും ഒക്കെ. പിന്നെ ഈ മെട്രിക് ചെയിനിൻ്റെ ടോട്ടൽ ലിങ്ക് എത്രയാണെന്നൊക്കെ ചോദിക്കും. ചിലപ്പോൾ 20 മീറ്റർ ചെയിനിന് എത്ര ലിങ്ക് ഉണ്ടെന്നൊക്കെ ചോദിക്കും. അങ്ങനെയാണ് ക്വസ്റ്റ്യൻസ് വരുന്നത്. അപ്പോൾ ഗണ്ടേഴ്സ് ചെയിനിൻ്റെ സ്റ്റാൻഡേർഡ് ലെങ്ത് 66 ഫീറ്റാണ്. എത്ര ലിങ്ക്സ് ഉണ്ട്? അതിന് 100 ലിങ്ക്സ് ഉണ്ട്. അതേപോലെ എൻജിനീയേഴ്സ് ചെയിനിൻ്റെ 100 ഫീറ്റ് ചെയിനാണ്, 100 ലിങ്ക്സും ഉണ്ട്. റവന്യൂ ചെയിന് 33 ഫീറ്റാണ്, 16 ലിങ്ക്സ് ഉണ്ട്. അത് ഓരോ ലിങ്ക്സിനും എത്ര വെച്ച് അതിൻ്റെ ലെങ്ത് വരും എന്നുള്ളതും കൂടെ ഒന്ന് പഠിച്ച് വെച്ചേക്കുക. അടുത്തത് നമ്മൾ ടെസ്റ്റിംഗ് ആണ്. ചെയിന് നമുക്കറിയാം കുറേ നാൾ നമ്മൾ യൂസ് ചെയ്ത് വരുമ്പോഴത്തേനും ചെയിനിൻ്റെ ലെങ്തിന് ഡിഫറൻസ് വരും, വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടും എത്രത്തോളം വരെ നമുക്ക് ടോളറേറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളതൊക്കെയാണ് ഇതിൽ പറയുന്നത്, ഈ ഒരു സെക്ഷനിൽ പറയുന്നത്. അപ്പോൾ നമുക്കറിയാം 20 മീറ്റർ ചെയിനിൽ ടോളറൻസ് ആയിട്ട് നമ്മൾ ±5 mm ആണ് ചോദിക്കുന്നത്. ഇതും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഇതും ചോദിക്കാറുള്ളതാണ്. 20 മീറ്റർ ചെയിനിൻ്റെ ടോളറൻസ് ±5 mm ആണ്. അതായത് 20 മീറ്റർ ചെയിനിന് നമുക്ക് 5 mm കൂടിയാലും കുറഞ്ഞാലും നമുക്ക് അത്ര വിഷയമില്ല. അത്രയും ടോളറൻസ് നമ്മൾ കൺസിഡർ ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ 30 മീറ്റർ ചെയിനിൻ്റെ ടോളറൻസ് എന്ന് പറയുന്നത് ±8 mm ആണ്. 20 മീറ്ററിന് ±5 mm, 30 മീറ്ററിന് ±8 mm ആണ്.
പിന്നെ ഓരോ മീറ്ററിനും ±2 mm വരെ ടോളറൻസ് നമുക്ക് കൊടുക്കാം. നെക്സ്റ്റ് ക്ലാസ് ടേപ്സിനെ കുറിച്ചിട്ടാണ്. നമ്മൾ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ടേപ്സ് യൂസ് ചെയ്യാറുണ്ട് സർവേക്ക് വേണ്ടിയിട്ട്. അതിൽ ഫസ്റ്റ് വണ്ണാണ് ക്ലോത്ത് ഓർ ലീനിയർ ടേപ്പ് എന്ന് പറയുന്നത്. അതിന് യൂസ് ചെയ്യുന്നത് ലിനൻ ടേപ്സാണ് യൂസ് ചെയ്യുന്നത്. അത് 12 to 15 mm വൈഡ് ഓഫ്സെറ്റ്സ് വരെ നമുക്ക് ഇത് വെച്ചിട്ട് അളക്കാൻ പറ്റും. പിന്നെ മെറ്റാലിക് ടേപ്പ് എന്ന് പറയുന്നത് ലിനൻ ടേപ്സ് റീൻഫോഴ്സ്ഡ് വിത്ത് ബ്രാസ് ഓർ കോപ്പർ വയേഴ്സാണ്. മെറ്റാലിക് ടേപ്സ് എന്താ ചെയ്യുന്നത്? ലിനൻ ടേപ്സ് തന്നെ അതിൽ റീൻഫോഴ്സ്മെൻ്റ് ആയിട്ട് കൊടുത്തിരിക്കുന്നത് ബ്രാസ് അല്ലെങ്കിൽ കോപ്പർ വയേഴ്സ് ഉപയോഗിച്ചിട്ട് റീൻഫോഴ്സ്മെൻറ്റും കൂടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതാണ് മെറ്റാലിക് ടേപ്പ്. സ്റ്റീൽ ടേപ്പ് എന്താണ്? മെയ്ഡ് ഓഫ് സ്റ്റീൽ, മോർ ആക്യുറേറ്റ് ദാൻ മെറ്റാലിക് ടേപ്പ്. മെറ്റാലിക് ടേപ്പിനേക്കാളും മോർ ആക്യുറേറ്റ് ആണ് ഇത് സ്റ്റീൽ ടേപ്പ് എന്ന് പറയുന്നത്. ഉണ്ടാക്കിയിരിക്കുന്ന മെറ്റീരിയൽ എന്താണ്? സ്റ്റീലാണ്. ഇൻവാർ ടേപ്പ് എന്ന് പറയുന്നത് അലോയി ഓഫ് സ്റ്റീൽ ആൻഡ് നിക്കലാണ്. സ്റ്റീല് 64%ഓളവും നിക്കൽ 36%ഓളവും ഇൻവാറിൽ അടങ്ങിയിരിക്കുന്നുണ്ട്. അപ്പോൾ ഇതെന്ന് പറയുന്നത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിൽ വന്നിട്ടുള്ളതാണ്. ഏറ്റവും പ്രിസൈസ് ആയിട്ടുള്ള ടേപ്പാണ് ഇത് ഇൻവാർ ടേപ്പ് എന്ന് പറയുന്നത്. അതേപോലെ തന്നെ നമുക്ക് പ്രിസിഷൻ്റെ അടിസ്ഥാനത്തിൽ ഹൈ പ്രിസൈസ് ടു ലോ പ്രിസൈസ് നമ്മൾ ക്ലാസിഫൈ ചെയ്യുമ്പോൾ ഫസ്റ്റ് വരുന്നത് ഏതാ? ഏറ്റവും പ്രിസിഷൻ കൂടുതലുള്ളത് ഇൻവാർ ടേപ്പിനാണ്. അത് കഴിഞ്ഞിട്ട് സ്റ്റീൽ ടേപ്പ്, പിന്നെ മെറ്റാലിക് ടേപ്പ്, പിന്നെ ക്ലോത്താണ്. അങ്ങനെയാണ് ടേപ്സിൻ്റെ പ്രിസിഷൻ അനുസരിച്ചിട്ട് നമ്മൾ ഓരോ പൊസിഷൻ കൊടുത്തിരിക്കുന്നത്. അടുത്തത് സർവേ എസെൻഷ്യൽ അക്സസറീസ് ആണ് നമ്മൾ പറയാൻ പോകുന്നത്. അതിൽ ഫസ്റ്റ് വണ്ണാണ് വുഡൻ പെഗ്. നമുക്ക് സ്റ്റേഷൻ മാർക്ക് ചെയ്യാനൊക്കെ വുഡൻ പെഗ് ആവശ്യമാണ്. ആ വുഡൻ പെഗിൻ്റെ സൈസ് എത്രയാണ്? 2.5 തൊട്ട് 3 cm വരെ സ്ക്വയറിലുള്ള വുഡൻ പെഗ്സ് ആണ് നമുക്ക് കിട്ടുന്നത്. അതിൻ്റെ ലെങ്ത് 15 cm ലോങ് ആയിരിക്കും. അതേപോലെ തന്നെ റേഞ്ചിങ് റോഡ്സ് യൂസ് ചെയ്യുന്നുണ്ട്. റേഞ്ചിങ് റോഡ്സ് നമുക്ക് 2 മീറ്ററിൻ്റെയും കിട്ടും, 3 മീറ്ററിൻ്റെയും കിട്ടും. റേഞ്ചിങ് റോഡ് നമുക്ക് 2 മീറ്ററിൻ്റെയും കിട്ടും, 3 മീറ്ററിൻ്റെയും കിട്ടും. ഓൾട്ടർനേറ്റ് 20 cm വിഡ്ത്തുള്ള ബാൻഡ്സ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഒന്നെങ്കിൽ റെഡ് അല്ലെങ്കിൽ വൈറ്റ്, അല്ലെങ്കിൽ ബ്ലാക്ക് അല്ലെങ്കിൽ വൈറ്റ്. അങ്ങനെ ഓൾട്ടർനേറ്റീവായിട്ട് ബ്ലാക്ക് ഓർ വൈറ്റ് അല്ലെങ്കിൽ റെഡ് ഓർ വൈറ്റ് ബാൻഡ്സ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ള റോഡ്സുകളാണ് റേഞ്ചിങ് റോഡ് എന്ന് പറയുന്നത്. അതിൻ്റെ ക്രോസ് സെക്ഷൻ വരുന്നത് 2 cm ഡയയാണ് വരുന്നത്. പിന്നെ പ്ലം ബോബ് നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. പ്ലം ബോബ് എന്താണ്? പ്ലം ബോബ് നമുക്ക് സ്റ്റേഷൻ മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് പ്ലം ബോബ് എന്ന് പറയുന്നത്. പിന്നെ ക്ലിനോമീറ്റർ എന്തിനുള്ളതാണ്? ക്ലിനോമീറ്റർ നമ്മൾ യൂസ് ചെയ്യുന്നത് സ്ലോപ്പ് അളക്കാൻ വേണ്ടിയിട്ട്. അടുത്ത ടോപ്പിക്ക് റേഞ്ചിങ് ഔട്ടാണ്. എന്താണ് റേഞ്ചിങ് ഔട്ട്? പ്രോസസ് ഓഫ് എസ്റ്റാബ്ലിഷിങ് ഇൻ്റർമീഡിയറ്റ് പോയിൻറ്റ്സ് ഓൺ ദ സർവേ ലൈൻ. റേഞ്ചിങ് ഔട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു സ്ട്രെയിറ്റ് ആയിട്ടുള്ള സർവേ ലൈൻ ഉണ്ടെങ്കിൽ ആ സർവേ ലൈനിങ്ങിന് ഒരു എൻഡ് പോയിൻറ്റും ഉണ്ടാവും, സ്റ്റാർട്ടിംഗ് പോയിൻറ്റും ഉണ്ടാവും. ഈ സ്റ്റാർട്ടിംഗ് പോയിൻറ്റിനും എൻഡ് പോയിൻറ്റിനും ഇടയിൽ ഒരു ഇൻ്റർമീഡിയറ്റ് പോയിൻറ്റ് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന മെത്തേഡാണ് റേഞ്ചിങ് ഔട്ട് എന്ന് പറയുന്നത്. റേഞ്ചിങ് ചെയ്യാനായിട്ട് 3 മെത്തേഡ്സാണ് ഉള്ളത്: ഡയറക്റ്റ്, ഇൻഡയറക്റ്റ്, റാൻഡം ലൈൻ മെത്തേഡ്. ഡയറക്റ്റ് റേഞ്ചിങ്ങിൽ നമ്മൾ എന്താ ചെയ്യുന്നത്? അച്ചീവ്ഡ് ബൈ ഐ ഓർ എ ലീനിയർ റേഞ്ച് വെൻ ബോത്ത് സ്റ്റേഷൻസ് ആർ ക്ലിയർലി വിസിബിൾ. നമുക്ക് 2 സ്റ്റേഷൻ, അതായത് സ്റ്റാർട്ടിംഗ് സ്റ്റേഷനും ഉണ്ടാവും, എൻഡ് സ്റ്റേഷനും ഉണ്ടാവും. 2 സ്റ്റേഷനും നമുക്ക് നമ്മൾ നോക്കുമ്പോൾ കാണാൻ പറ്റുന്ന സൈഡ് ഡിസ്റ്റൻസ് തന്നെയാണ് ഉള്ളതെങ്കിൽ നമ്മൾ ചെയ്യുന്ന മെത്തേഡാണ് ഡയറക്റ്റ് റേഞ്ചിങ് എന്ന് പറയുന്നത്. ഇനി ഇൻഡയറക്റ്റ് അല്ലെങ്കിൽ റെസിപ്രോക്കൽ റേഞ്ചിങ് എന്ന് പറയുന്നത് എന്താ? 2 സ്റ്റേഷൻസ് നമുക്ക് ഡയറക്റ്റ് കാണാൻ പറ്റാത്ത അവസ്ഥ വരുമ്പോഴാണ് നമ്മൾ ഇൻഡയറക്റ്റ് അല്ലെങ്കിൽ റെസിപ്രോക്കൽ റേഞ്ചിങ് ചെയ്യുന്നത്. ഇനി റാൻഡം ലൈൻ മെത്തേഡ് ചെയ്യുന്നത് എപ്പോഴാണ്? അപ്ലൈഡ് വെൻ തിക്ക് ഫോറസ്റ്റ് ഗ്രോത്ത് ആക്ട്സ് ആസ് എ ഫിസിക്കൽ ബാരിയർ. അതായത് നമുക്ക് കാണാൻ പറ്റുന്നില്ല, ഒരു ഡെൻസ് ഫോറസ്റ്റ് മൂലമൊക്കെ നമുക്ക് 2 സ്റ്റേഷൻസും വിസിബിൾ അല്ലാത്ത കണ്ടീഷൻ വരുമ്പോഴാണ് നമ്മൾ റാൻഡം ലൈൻ മെത്തേഡ് ചൂസ് ചെയ്യുന്നത്. ഇനി അടുത്തത് നോക്കിക്കേ, നമ്മൾ ആംഗിൾ സെറ്റ് ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഇൻസ്ട്രുമെൻറ്റ്സ് ആണ് ഓപ്പൺ ക്രോസ് സ്റ്റാഫ്, ഫ്രഞ്ച് ക്രോസ് സ്റ്റാഫ്, അഡ്ജസ്റ്റബിൾ ക്രോസ് സ്റ്റാഫ്, ഒപ്റ്റിക്കൽ സ്ക്വയർ എന്നൊക്കെ പറയുന്നത്. ഇനി ഓപ്പൺ ക്രോസ് സ്റ്റാഫ് യൂസ് ചെയ്തിട്ട് നമുക്ക് 90 ഡിഗ്രി ലാറ്ററൽ ഓഫ്സെറ്റ്സ് ആണ് സെറ്റ് ഔട്ട് ചെയ്യാൻ പറ്റുന്നത്. അതായത് 90 ഡിഗ്രി ആംഗിൾ വരുന്ന ഓഫ്സെറ്റ്സുകൾ സെറ്റ് ഔട്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഇൻസ്ട്രുമെൻ്റാണ് ഓപ്പൺ ക്രോസ് സ്റ്റാഫ്. ഇനി 45 ഡിഗ്രി അല്ലെങ്കിൽ 90 ഡിഗ്രി അല്ലെങ്കിൽ അതിൻ്റെ മൾട്ടിപ്പിൾസൊക്കെ നമുക്ക് സെറ്റ് ഔട്ട് ചെയ്യണമെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ഫ്രഞ്ച് ക്രോസ് സ്റ്റാഫ് എന്ന് പറയുന്നത്. പിന്നെ ഏത് ആംഗിളും സെറ്റ് ഔട്ട് ചെയ്യാൻ യൂസ് ചെയ്യുന്ന ഇൻസ്ട്രുമെൻ്റാണ് അഡ്ജസ്റ്റബിൾ ക്രോസ് സ്റ്റാഫ്. പിന്നെ ഒപ്റ്റിക്കൽ സ്ക്വയർ ഉണ്ട്. ഒപ്റ്റിക്കൽ സ്ക്വയറിൽ എന്താ? റിഫ്ലക്ഷൻ വഴിയാണ്, ഡബിൾ റിഫ്ലക്ഷൻ വഴിയിട്ടാണ് നമ്മൾ ആംഗിൾ സെറ്റ് ഔട്ട് ചെയ്യുന്നത്. എന്താണ് അത്? ഇമ്പോർട്ടൻ്റ് ആണ്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ്. ഒപ്റ്റിക്കൽ സ്ക്വയറിൽ യൂസ് ചെയ്യുന്ന മെത്തേഡ് അതാണ്, ഡബിൾ റിഫ്ലക്ഷൻ ആണ്.
ഒപ്റ്റിക്കൽ സ്ക്വയറിൻ്റെ പ്രിൻസിപ്പിൾ ചോദിച്ചാൽ നമ്മൾ പറയേണ്ടതാണ് ഡബിൾ റിഫ്ലക്ഷൻ.